beautiful people, thank you so much. I have to say this. എനിക്ക് കുറെ മെസ്സേജസ് വന്നു, കോൾസ് വന്നു. എന്നെ അറിയുന്ന ആൾക്കാർക്ക് കുറെ ആൾക്കാർ ഫോൺ വിളിച്ചു ചോദിച്ചു ഞാൻ ഓക്കെ ആണോ, എന്താണ് ഏതാണ്. കുറച്ച് മുന്നേ ഇട്ട വീഡിയോ കണ്ടിട്ട് ഐ എം സോ ഹാപ്പി. എന്തിപ്പോൾ പറയാം, ബാക്ക്ഗ്രൗണ്ടിൽ എഴുതുന്ന അച്ഛൻ്റെ പാട്ടാണ്. പിന്നെ എന്താ പറയുക, യെസ് ഇറ്റ് ഹാസ് എഫക്റ്റഡ് മീ. എനിക്ക് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനം, അച്ഛൻ്റെ പാട്ടിലുണ്ട് ആ ഒരു സാധനം. ബട്ട് നൗ ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു സാധനം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പന്തീരാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഗാർഹിക പീഡനം ഇഷ്യൂ. രാഹുൽ എന്ന് പറയുന്ന ഒരാള് നിമ ഓക്കെ സംതിങ് ലൈക്ക് ദാറ്റ്, ആ പേരുള്ള ആ പെൺകുട്ടീനെ ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ച് ഭയങ്കരമായിട്ട് മർദ്ദിച്ചു. അത് ഇവരുടെ വീട്ടുകാർ വിരുന്നിന് വരുമ്പോഴാണ് കണ്ടത്. വിരുന്നിന് വരുമ്പം റെഡി ആവാൻ എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു താഴേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പം റെഡി ആവുകയാണെന്ന് പറയുന്നു. അങ്ങനെ മോള് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ പാരൻസ് ഞെട്ടുന്നു. കാരണം മകളുടെ ദേഹത്തും പല്ലിനും ചുണ്ടിനും ഒരു സ്ഥലത്ത് ബാക്കിയില്ലാണ്ട് ഇത്രയും ഇത് കാണുന്നു, കരയുന്നു, വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ വൺ ട്വിസ്റ്റാണ് ഗൈസ് ഇപ്പം വന്നിട്ടുള്ളത്. വൺ ട്വിസ്റ്റ്. ഞാൻ അടക്കമുള്ള പല യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തൊരു സാധനമാണത്. ഓക്കെ, കാരണം ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഇന്നും ക്രൂരമർദ്ദനം അനുഭവിക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്നും ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുന്ന എത്രയോ സ്ത്രീകൾ നമ്മൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മളന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാത്തിൻ്റെയും മുകളിലൂടെ ഒരു ട്വിസ്റ്റായിട്ടാണ് നമ്മുടെ നിമ ആ കുട്ടി വന്നിട്ടുള്ളത്. ആ കുട്ടി ഇന്ന് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാഹുലേട്ടൻ മുത്താണ്, രാഹുലേട്ടൻ ചക്കരയാണ്, ചക്കര കുട്ടമ്മാണ്, എൻ്റെ സ്നേഹനിധിയായ ഭർത്താവാണ് എൻ്റെ രാഹുലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ ചെയ്തത് അച്ഛൻ പറഞ്ഞിട്ടാണ്. ഈ പെൺകുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മോള് കല്യാണമെല്ലാം കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല, നമ്മൾ കല്യാണമെല്ലാം നടത്തിത്തരാം, പക്ഷേ പിന്നെ വിരുന്നിൻ്റെ അത് നമ്മൾ അങ്ങോട്ട് വരും. അപ്പം നീ എന്താക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ നീ നിന്നെ സ്വയം തച്ചു കുത്തി മാന്തി മറ്റേ കേബിൾ കൊണ്ട് നിന്നെ സ്വയം അങ്ങോട്ട് വരിഞ്ഞു മുറുക്കി കഴുത്തിലൊക്കെ പാടുണ്ടാക്കണം, മുഖത്തൊക്കെ സ്വന്തമായിട്ട് കുത്തി പാടുണ്ടാക്കണം. എന്നിട്ട് മെല്ലെ ഇറങ്ങി വരണം. അപ്പം അച്ഛൻ അങ്ങോട്ട് ചോദിക്കും എന്താ മോളെ പറ്റിയേ? അപ്പം മോള് പറയണം ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അങ്ങനെ അച്ഛൻ അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അച്ഛന് മനസ്സിലാവണം ഇവരിവിടെ നിന്നെ സ്ത്രീധനം ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയത് നിന്നെ തച്ചു എന്നുള്ളത്. അതാണ് ഇപ്പൊ ഇവള് പറയുന്നുള്ളത്. രാഹുലേട്ടൻ എന്നെ അത്രയും സ്നേഹത്തിൽ നോക്കി എൻ്റെ രാഹുലേട്ടായി എന്ന് പറഞ്ഞാല് അങ്ങനെ നോക്കി രാഹുലേട്ടായി ആണ്, സ്നേഹനിധിയായ രാഹുലേട്ടായി. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇനി നാളെ ഞാൻ ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിയാവും. ഈ ഒരു ഉള്ളിലെൻ്റെ കിടക്കും. കാലൻ കൊണ്ടുപോകുമ്പോൾ ചോദിക്കും പോത്തിൻ്റെ പുറത്തുനിന്ന്, നീ എന്തേ മോളെ പറഞ്ഞില്ല എന്ന് ചോദിക്കും. അത് പേടിച്ചിട്ടാണ് ഓളിപ്പം വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആരെയാണ് നിങ്ങൾ ഈ പൊട്ടന്മാരാക്കുന്നത്? കണ്ടു നിൽക്കുന്ന ജനങ്ങളെയാണ്. ഈ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാകും കുട്ടി. കുറച്ചു ദിവസം മുന്നേ വന്നിരുന്ന എല്ലാ മീഡിയാസിലും കുത്തിയിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇത് അങ്ങനെ ചെയ്തതാണ്, രാഹുൽ അങ്ങനെ ചെയ്തതാണ്, രാഹുലിന് പിന്നെ വേറെ കല്യാണം കഴിഞ്ഞ കാര്യം. ഇപ്പൊ ഇവള് പറയുന്നു ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത്, കാരണം അത്ര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ രാഹുലേട്ടായിനെ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പറയാത്തതെന്നെല്ലാം പറയുന്നുണ്ട്. മുമ്പ് കല്യാണം കഴിഞ്ഞ കാര്യം പറയാണ്ടിരുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കുട്ടീൻ്റെ അച്ഛന് ഈ കല്യാണത്തിൽ എന്തെങ്കിലും വിരോധമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ലല്ലോ. ഒളിച്ചോടി പോയതൊന്നുമല്ല, കല്യാണം കഴിച്ച ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് വിരുന്നിന് വരുമ്പം അപ്പൊ നമ്മൾ ഈ കണ്ട നിന്റെ മുഖത്തും നിന്റെ കൈയും കാക്കൊക്കെ കണ്ട ഈ പാടെന്താ, നീ അതെന്തെന്നത് ആർട്ടിഫിഷ്യലായിട്ട് നീ മേക്കപ്പിന് പോയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്? അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണോ നീ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത്ര സ്നേഹനിധിയായിട്ടുള്ള നിന്നെ അത്രയ്ക്കും അടിപൊളിയായിട്ട് നോക്കുന്ന, താഴെ പോയാലും ഊർമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കുന്നവരെ നോക്കുന്ന ഒരാളാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ രാഹുലേട്ടനെങ്കിൽ, നിന്റെ അച്ഛൻ നിന്നോട് കള്ളത്തരം പറയാൻ പ്രേരിപ്പിക്കുമ്പോൾ നീ എന്തടിസ്ഥാനത്തില പറയല്? നീ നിന്റെ അച്ഛനോട് എന്ത് പറയണം? അച്ഛാ നോ, കള്ളം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലില്ല. ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവ് രാഹുലേട്ടൻ എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്. രാഹുലേട്ടന്റെ മുകളിൽ ഒരു സ്ത്രീധന കേസ് സമ്മതിച്ചു തരില്ല അച്ഛാ. ഞാൻ എൻ്റെ ജീവൻ പോയാലും ശരി
രാഹുലേട്ടന്റെ പേരിൽ ഒരു ഗാർഹിക പീഡന കേസ് അങ്ങനെ പറയണമായിരുന്നോ? നിന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനെ എതിർത്ത് നിൽക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല? കാരണം എല്ലാവരും അച്ഛനെ എതിർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കള്ളത്തരം പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു അച്ഛനെ എതിർക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ കുട്ടി പറയുന്നത് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു എൻ്റെ രാഹുലേട്ടനെതിരെ കള്ളം പറയാൻ. പറയിപ്പിച്ചു എന്നെ. എന്തിന്? അച്ഛൻ ഭീഷണിപ്പെടുത്തി, മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ കുട്ടീനെ. പിഞ്ചു ബാലികയെ ഭീഷണിപ്പെടുത്തി അച്ഛൻ. അപ്പൊ തിരിച്ചു ഭീഷണിപ്പെടുത്തണമായിരുന്നു. ഇത്രയും സ്നേഹമുള്ള എൻ്റെ രാഹുലേട്ടന് വേണ്ടി കള്ളം പറയാൻ നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചാൽ അച്ഛാ ഞാൻ എൻ്റെ ജീവൻ ഞാൻ ബലി കൊടുക്കുമെന്ന് പറയണമായിരുന്നു കുട്ടി. മനസ്സിലായില്ലേ? ഇതിപ്പോ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? മനസ്സിലാവുന്നില്ല. കാരണം ഈ പറയുന്ന രാഹുൽ ഓൾറെഡി സമ്മതിച്ചതാണ്, ഞാൻ തല്ലിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന രാഹുൽ സമ്മതിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ മേത്തും കൈക്കും കാക്കൊക്കെ നമ്മൾ പാടുകൾ കണ്ടതാണ്. പിന്നെ ഇവിടെ എല്ലാ ചാനലിലും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മാധ്യമ പ്രവർത്തകരോട് ഒരു കാര്യം പറയട്ടെ, രാഹുലിനുള്ള അതേ റെപ്യൂട്ടേഷനും ഫ്യൂച്ചറും തന്നെ ഈ നിമ്നക്കുള്ള അതേ റെപ്യൂട്ടേഷനും ഫ്യൂച്ചറും തന്നെയാണ് രാഹുലിനുള്ളത്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇനിയും ഈ കുട്ടിയുടെ മുഖം ബ്ലർ ചെയ്ത് കാണിക്കുന്നത്? ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള സാധനങ്ങൾ ചെയ്തിട്ട് കണ്ട എല്ലാ ചാനലുകളിലും പോയിട്ട് ഈ കുട്ടി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടിയാണ് വന്നിരുന്ന് ഇപ്പം മെഴുകുന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് മുഖം മറയ്ക്കുന്നത്? അതെങ്ങനെയാണ്? ഇത് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ എവിടെ? തുല്യതയായിരിക്കണം. ആൺകുട്ടികൾക്ക് വേറൊരു നിയമം, പെൺകുട്ടികൾക്ക് വേറെ നിയമം. പെൺകുട്ടികൾക്ക് മാത്രമേ ഫ്യൂച്ചർ ഉള്ളൂ, ആൺകുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. നാണവും മാനും മര്യാദയൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്. ഞാൻ അതിനോട് യോജിക്കുന്നേ ഇല്ല, മുഖം ബ്ലർ ചെയ്യുന്നതിനോട്. ഇതെന്തൊരു തെണ്ടിത്തരമാണെന്നാണ് ഞാൻ വിളിക്കുന്നത്. തച്ചുള്ള കണ്ണും ചുണ്ടും പൊട്ടിക്കാൻ ആളില്ലേ? നിനക്ക് തോന്നിയ പോലെ പറയാനാണോ ഇത്? ഈ ന്യൂസും പിന്നെ സോഷ്യൽ മീഡിയ എല്ലാം അങ്ങനെയാണോ? അത് അങ്ങനെ മാറിയോ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ? വന്നിട്ട് പറയുന്നു എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ രാഹുലേട്ടനെതിരെ. എന്തൊക്കെ രാഹുലേട്ടനെ നീ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം നീ ആ രാഹുലേട്ടനെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം ആർക്കാണ് ഭ്രാന്ത്? നമുക്ക് തന്നെ ഭ്രാന്ത്. കണ്ട നമുക്ക് തന്നെയാണ് ഭ്രാന്ത്, വേറെ ആർക്കുമല്ല. പക്ഷേ അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് ജോക്സ് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഇവരുടെ ഈ കുട്ടീൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പം രാഹുലിന്റെ ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാം ആ കുട്ടിയെ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മാറ്റിപ്പറച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. അറിയില്ല ഇവർ എന്താണ് ഇവരുടെ പ്ലാനിങ് എന്നോ. കാരണം ഇത് വൻ ട്വിസ്റ്റ് ആണല്ലോ കുട്ടി വന്നിരുന്ന വീഡിയോ ചെയ്യുന്നുള്ളത്. നമുക്കറിയില്ല അച്ഛന്റെ ഭാഗത്താണോ, മകളുടെ ഭാഗത്താണോ, രാഹുലിന്റെ ഭാഗത്താണോ, രാഹുലിന്റെ വീട്ടുകാരുടെ ഭാഗത്താണോ, ഇവളുടെ വീട്ടുകാർ ആരുടെ ഭാഗത്താണോ തെറ്റും ചെയ്യും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇവർ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല, ഇതല്ല, മറ്റതല്ല, ചക്കയല്ല, മാങ്ങയല്ല, ആനയല്ല, തേങ്ങയല്ല എന്നുള്ളത്. അപ്പൊ അത് ഇനിയിപ്പം കണ്ടു തന്നെ അറിയാം അടുത്ത് എന്താണ് അച്ഛന് പറയാനുള്ളത്, എന്താണ് രാഹുലിന് വന്നിട്ട് രാഹുലിന് എന്താണ് പറയാനുള്ളത് നോക്കുള്ളത്. രാഹുൽ ഓൾറെഡി സമ്മതിച്ചതാണ്. പിന്നെ ഇവളും മുമ്പ് സമ്മതിച്ചാണല്ലോ. രാഹുലിന് മാറ്റാം, നീ മാറ്റിക്കോടാ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് ഇന്നും നമ്മളുടെ ഇടയിൽ ഈ പറയുന്ന പോലെയുള്ള ഗാർഹിക പീഡനത്തിനിരയാവുന്ന, സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതൊന്നും സഹിച്ചു കുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ തോന്നിയാസവും കാണിക്കാൻ നിൽക്കരുത്. പിന്നെ അപ്പോൾ ഒരു കാര്യം പറയും, ഇപ്പോൾ വേറൊരു കാര്യം പറയും, നാളെ വേറൊരു കാര്യം, അങ്ങനെ ചെയ്യരുത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിൽക്കുക. നിങ്ങൾ ലൈക്ക് പിടിച്ചു നിൽക്കേണ്ട അല്ലെങ്കിൽ കടിച്ചു പിടിച്ച് അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പണ്ടാണ്. ബി ഇൻഡിപെൻഡന്റ് ആൻഡ് പിന്നെ നിങ്ങൾ സ്വയം ഒരു സ്വന്തം കാലിൽ നിൽക്കുക. എല്ലാവരും അവരവരുടെ കാലിൽ തന്നെയാണ് നിൽക്കുക. എന്നാലും ഒരു ജോബ് കാര്യങ്ങൾ വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജോലികളെ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ജോലിയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കത് കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ ഇവിടെ എൻ്റെ വേറൊരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കേസിൽ ഈ കുട്ടീൻ്റെ അച്ഛൻ ഈ കുട്ടീനെ എന്തിന്റെ പേരിലായിരിക്കും നിർബന്ധിച്ചത്? ഇനിയിപ്പോൾ ഈ രാഹുലിന് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞിന് എന്നറിഞ്ഞിട്ട് നിർബന്ധിച്ചതാണോ ഈ കുട്ടീനെ? അങ്ങനെ കല്യാണം കഴിഞ്ഞ ആളുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട എന്ന് അങ്ങനെയാണോ? ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ദീർഘണമേ. തീരുമാനിക്കും, പിടിക്കണ്ട. രാഹുൽ ഇപ്പോൾ വരും, രാഹുലേട്ടായി വരും. ഇപ്പോൾ സ്നേഹനിധിയായ ഭാര്യനെ സ്വീകരിക്കും.